ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് തക്കാളിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു തക്കാളി സോസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോൻ്റെ മേലെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. അതിൻ്റെ നെട്ടുഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ തക്കാളി നമ്മൾ അരിയുമ്പോൾ എപ്പോഴും ഇങ്ങനെ അരിയണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ മിനിയാന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ട്രിക്ക് കണ്ടതാണ്. തക്കാളി ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ അതിൻ്റെ നീരും ഒന്നും പുറത്ത് പോവാതെ കിട്ടും എന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ തക്കാളി ശരിയാണ്, തക്കാളി മുറിച്ച് കമഴ്ത്തി വെച്ചിട്ട് വെട്ടുന്ന സമയത്ത് തക്കാളീൻ്റെ തൊലീൻ്റെ പുറത്ത് കത്തിച്ചപ്പോൾ അങ്ങനെ വെട്ടി കിട്ടില്ല. അപ്പോൾ അന്ന് അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ പുറത്ത് പോകും. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് വെട്ടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയും കാര്യങ്ങളൊക്കെ ഏകദേശം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 4 പൊണ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ ഗ്രാമ്പു ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ 2 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെന്തിക്കണോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, മുളകും തക്കാളിയൊക്കെ. അപ്പോൾ ഒന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഇതൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂടായിരുന്നു. അപ്പോൾ ചൂടോടെ തന്നെ അടിച്ചെടുക്കാം, എന്നാൽ വേഗം പണികളൊക്കെ തീർക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിക്കാൻ കൊണ്ടുപോയതാണ്. ഒന്ന് ഞാൻ ചെയ്തത് ഈ വെള്ളത്തോടെ ഇട്ടതായിരിക്കും കേട്ടോ പ്രശ്നം. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ മിക്സിയിൽ ഇത് ഇട്ടിട്ടൊന്ന് കറക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. മുഴുവൻ തെറിച്ച് പോയി. ഇതിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കണ്ണിലൊന്നും ആയില്ല. മേത്ത് എന്നാലും കഴുത്തിൽ കൂടെയൊക്കെ ഇച്ചിരി ആയിട്ട് നല്ല എരിച്ചിലും പോച്ചില്ലായിരുന്നു കേട്ടോ. മുളകും കുരുമുളകൊക്കെ ഇട്ടതല്ലായിരുന്നോ. ഇവിടെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കറങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ചൂടുള്ള കാരണം, ചൂടും പിന്നെ അതിൽ വെള്ളവും ഉള്ളതുകൊണ്ട് അങ്ങനെ തെറിച്ചു. മൂടി ഞാൻ അടച്ച്, എപ്പോഴും മൂടി നല്ല ടൈറ്റുള്ള മൂടി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അരി അരക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ തെറിച്ച് പോകുമെന്ന് വെച്ചിട്ട് ഞാൻ മൂടിമ്മ പിടിച്ചും കൊണ്ടേ നിൽക്കൂട്ടോ, അരഞ്ഞ് കഴിയുന്ന വരെ. അപ്പോൾ ഇന്ന് പറ്റിയത് പറഞ്ഞാൽ ചൂടോടെ ഇട്ടത് കാരണമായിരിക്കും കേട്ടോ. ആകെ തെറിച്ച് മുഴുവൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ ആരും ഇങ്ങനെയൊക്കെ ചൂടോടെ ഒന്നും മിക്സിയിലിട്ടിട്ട് അടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇതിലിട്ടത് കേട്ടോ. അപ്പോൾ അർജൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരിത് കാരണം നമ്മൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. ചൂടുള്ളത് കാരണം തോന്നുന്നുണ്ട് പെട്ടെന്ന് തെറിച്ച് പോയി. എന്നിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തപ്പോൾ അതുപോലെ തന്നെ ആയിട്ടോ. അപ്പോൾ ഞാൻ അരിപ്പയിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് കമ്മിയാക്കാൻ വിചാരിച്ചിട്ട് ഒന്ന് അരിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് വെള്ളം അരിച്ച് കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ മിക്സിയിലിട്ട് നല്ലൊന്ന് അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ടാണ് അതിൻ്റെ പൾപ്പ് മുഴുവൻ എടുത്തത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ നല്ല കട്ട കലിപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ തോന്നി നാളേക്കൊക്കെ വീഡിയോ ഇടാമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ആ കട്ടക്കലിപ്പ് അങ്ങോട്ട് മാറിക്കിട്ടി കേട്ടോ. അപ്പോൾ നമ്മളെ തക്കാളി വെള്ളം കുറച്ച് കമ്മിയാക്കി അരച്ചെടുത്തപ്പോൾ നല്ല അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇവിടെ തക്കാളി ജ്യൂസും തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് അടുക്കള മുഴുവനായതും ഇവിടെ 2 ആൾക്കാരുണ്ടായിരുന്നു. അവരറിഞ്ഞിട്ട് തന്നെ അല്ല കേട്ടോ. ഞാൻ വേഗം പോയിട്ട് ഒക്കെ തുടച്ച് ക്ലീനാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ
തക്കാളീൻ്റെ പൾപ്പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ഇപ്പം പിന്നെ തക്കാളീൻ്റെ കുരു, തൊലി ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയും പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നല്ല തീയൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് പിന്നെ തിളക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് തിള വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. അപ്പോൾ ഇപ്പോൾ തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് പിന്നെ മുളക് പൊടീൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. ഞാൻ ആദ്യമേ മുളക് ഇട്ടത് കാരണം അപ്പോൾ ഒരു 5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് വറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1/4 ടീസ്പൂണ് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് 1 സ്പൂണ് സുർക്കയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സുർക്ക ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ സോസൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച കുപ്പിയാണ് കേട്ടോ. അപ്പോൾ സ്ക്വാഷൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കുപ്പി കഴുകി തുടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാമ് കറക്റ്റ്. അപ്പോൾ കളറ് കണ്ടിട്ട് ജാമിൻ്റെ പോലെ തോന്നിയിട്ടാണ് കേട്ടോ ജാമാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി സോസ് കുപ്പിയിലൊഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണമെങ്കിൽ കുറേ ദിവസത്തിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ തക്കാളീൻ്റെയും മുളകിൻ്റെയും ആ കളറാണ്. നല്ല കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ തക്കാളി കൊണ്ട് ഇപ്പോൾ എന്ത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലത് കഴിക്കാം. നമ്മളെ വീട്ടിൽ മക്കൾക്കും ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോനൊക്കെ പേരക്കുട്ടിയൊക്കെ തക്കാളി സോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കുമ്പോഴും എന്തിനും നമുക്ക് എടുക്കാമല്ലോ, ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.